ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഫിഖ്ഹ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഇന്നലെ നാം ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ മുസാഫ് തൊടൽ ഹറാമാണ്, മുസാഫ് ചുമക്കൽ ഹറാമാണ് ഒക്കെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് തുടരുകയാണ്. വയഹ്റുമു മസ്സുൽ മുസാഫ് വലൗ ബിഹായിലിൻ. മുസാഫിനെ തൊടൽ ഹറാമാണ്. അതിനി മറയോടുകൂടെയാണെങ്കിൽ പോലും അത് ഹറാമാണ്. മുസാഫ് മാത്രമല്ല, മുസാഫിൻ്റെ പേപ്പർ, അതിൻ്റെ വെളുപ്പ്, അതിൻ്റെ ബൈൻഡ് ഒക്കെ തൊടൽ ഹറാമാണ്. അപ്രകാരം തന്നെ തൊടൽ ഹറാമാണ് അതിൻ്റെ ഉറയും അതിൻ്റെ പെട്ടിയും. പക്ഷേ ഉറയും പെട്ടിയും തൊടൽ ഹറാമാകണമെങ്കിൽ രണ്ട് നിബന്ധനയുണ്ട്. ഒന്ന്, ആ ഉറയും പെട്ടിയും ആ മുസാഫിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതായിരിക്കണം. രണ്ട്, മുസാഫ് അത് ആ ഉറയിലും പെട്ടിയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിലെ തൊടൽ ഹറാമാണ്. ഇനി മുസാഫിനെ ചരക്കിൻ്റെ കൂടെ ചുമക്കുന്നതിൽ വിരോധമില്ല, ഹറാമില്ല. പക്ഷെ മുസാഫ് ആയിരിക്കരുത് ലക്ഷ്യം ചരക്കായിരിക്കണം എന്ന് മാത്രം. അതുപോലെ ഖുർആൻ വ്യാഖ്യാനവും ഖുർആനും ഒന്നിച്ച് വേണമെങ്കിൽ ചുമക്കാവുന്നതാണ്. പക്ഷേ ഖുർആൻ വ്യാഖ്യാനം ഖുർആനിനേക്കാൾ അധികമായിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. തഫ്സീറിൻ്റെ കിതാബിൽ ചിലപ്പോൾ ഖുർആൻ ഉണ്ടാകും. ആ ഖുർആനും തഫ്സീറും കൂടി നോക്കിയാൽ തഫ്സീർ കൂടുതലാണെങ്കിൽ അതിനെ ചുമക്കാവുന്നതാണ്. തഫ്സീർ കുറവാണെങ്കിൽ ചുമക്കാൻ പാടില്ല. അതുപോലെ വകതിരിവുള്ള ഒതു ഇല്ലാത്ത കുട്ടിക്ക് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മുസാഫ് ചുമക്കാനും മുസാഫ് തൊടാനും സൗകര്യം ചെയ്ത് കൊടുക്കുന്നതിൽ വിരോധമില്ല. എന്നാൽ വകതിരിവില്ലാത്ത കുട്ടിക്ക് മുസാഫ് തൊടാനും ചുമക്കാനും സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ഹറാമാണ്. മുസാഫ് മാത്രമല്ല, മുസാഫ് പോലെ വന്ദിക്കപ്പെടുന്ന മറ്റ് സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. അതുപോലെ മുസാഫിൽ ദിർഹമ് പോലത്തത് വെക്കുന്നത് ഹറാമാണ്. അതുപോലെ മുസാഫിനെ വെറുതെ പറിച്ച് ചീന്തലും ഹറാമാണ്. അതുപോലെ മുസാഫിൻ്റെ ഭാഗത്തേക്ക് കാല് നീട്ടലും ഹറാമാണ്. മുസാഫിൻ്റെ ഭാഗത്തേക്ക് കാല് നീട്ടൽ ഹറാമാണ് എന്ന് പറഞ്ഞത് മുസാഫ് ഉയരത്തിൽ അല്ലാത്തപ്പോഴാണ്. ഉയരത്തിലാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ അനറബി ഭാഷയിൽ ഖുർആൻ എഴുതലും ഹറാമാണ്. അതുപോലെ മുസാഫ് ഖുർആൻ എഴുതപ്പെട്ട വസ്തുവിനെ വിഴുങ്ങുന്നതും ഹറാമാണ്. എന്നാൽ രോഗശമനത്തിന് വേണ്ടി ആ ഖുർആൻ എഴുതപ്പെട്ടതിനെ ഭക്ഷിക്കുന്നതോ കുടിക്കുന്നതോ ഹറാമില്ല. അതുപോലെ തന്നെയാണ് രോഗശമനത്തിന് വേണ്ടി പിഞ്ഞാണത്തിലോ മറ്റോ ഖുർആൻ എഴുതി അത് മായ്ച്ചു കുടിക്കുന്നതും അതിനും വിരോധമില്ല. ഇനി മുസാഫിനു വേണ്ടി മുസാഫിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ എഴുന്നേൽക്കൽ സുന്നത്താണ്. ഒരു ആലിമിനെ കണ്ടാൽ എഴുന്നേൽക്കൽ സുന്നത്തായ പോലെ എന്നല്ല, ആലിമിനേക്കാളും ബന്ധപ്പെട്ടതാണ് മുസാഫിന് വേണ്ടി എഴുന്നേൽക്കുക എന്നത്. ഇനി മുസാഫിനെ കരിച്ചു കളയൽ കറാഹത്താണ്. എന്നാൽ മുസാഫിനെ ഖുർആനെ സൂക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് കറാഹത്ത് ഇല്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുളിയെ സംബന്ധിച്ചാണ്. അൽ ഉസ്ലു. വുളുവിനെ സംബന്ധിച്ച് ഏതാണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുളിയെ സംബന്ധിച്ച് പഠിക്കാൻ പോവുകയാണ്. ആ കുളിയുടെ ആ ഉസ്ല് എന്നതിൻ്റെ അർത്ഥം നമുക്ക് ആദ്യമായി പരിശോധിക്കാം. അൽ ഉസ്ലു ഹുവ ലുഗത്തൻ
ഉസ്ല് എന്ന് പറഞ്ഞാൽ ലോകത്തൻ ഭാഷയിൽ സയലാനുൽ മായി അലാ ഷൈഇൻ, ഒരു വസ്തുവിൻ്റെ മേൽ വെള്ളത്തെ ഒലിപ്പിക്കുന്നതിനാണ് ഉസ്ല് എന്ന് പറയുന്നത്. എന്നാൽ ഷറയിൽ അതിൻ്റെ അർത്ഥം സയലാനുഹു ജമീ അല ജമീഇൽ ബദനി ബിനിയ്യത്തിൻ, നിയ്യത്തോടുകൂടെ ദേഹം മുഴുവനും വെള്ളത്തെ ഒലിപ്പിക്കുക എന്നാണ്. ഇനി 2 ആയത്തുകളും കൂടി നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, വഇൻ കുന്തും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ ജനാപത്തുകാരായാൽ ഫത്തഹറു, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകണം. അതുപോലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദി വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന. ഫഅ്തസിലുൻ നിസാ, സ്ത്രീകളെ നിങ്ങൾ വെടിയുക, ഫിൽ മഹീദ്, അവരുടെ ആർത്തവ സമയത്ത്, വലാ തഖറബൂഹുന്ന, അവരിലേക്ക് നിങ്ങൾ അടുക്കരുത്, ഹത്താ യത്ഹുർന, അവർ കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ. ഇനി അർത്ഥം ശ്രദ്ധിക്കുക. വയഹ്റുമു മസ്സുൽ മുസ്ഹഫി, മുസ്ഹഫിനെ തൊടൽ ഹറാമാണ്. വലൗ ബിഹായിലിൻ, അത് മറയോടുകൂടെ ആണെങ്കിലും ശരി. വറഖിഹി, അതിൻ്റെ കടലാസും, ബയാദിഹി, അതിൻ്റെ വെളുപ്പും, ജിൽദിഹി, അതിൻ്റെ ബൈൻഡും എല്ലാം തൊടൽ ഹറാമാണ്. ഒക്കതാ, ഇപ്രകാരം തന്നെയാണ് ദർഫുഹു വസുന്ദൂഖുഹു, അതിൻ്റെ ദർഫുഹു അതിൻ്റെ ഉറയും, സുന്ദൂഖുഹു അതിൻ്റെ പെട്ടിയും, ബിഷർത്തൈനി, 2 നിബന്ധനയോടുകൂടെ. ഒന്ന്, കൗനുഹുമ, അത് രണ്ടും ആയിരിക്കുക, മുഅദ്ദൈനി, തയ്യാർ ചെയ്യപ്പെട്ടതായിരിക്കുക, ലഹു, ആ മുസ്ഹഫിന് വേണ്ടി. 2, കൗനുൽ മുസ്ഹഫി, മുസ്ഹഫ് ആയിരിക്കുക, ഫീഹിമ, ആ ലർഫിലും ആ സുന്ദൂക്കിലും ആയിരിക്കുക. വലാ യഹ്റുമു, ഹറാമില്ല, ഹംലുഹു, മുസ്ഹഫിനെ ചുമക്കൽ, മാ മതായിൻ, ചരക്കോടുകൂടെ. വൽ മുസ്ഹഫു ഗൈറു മഖ്സൂദിൻ, ഏത് നിലയിൽ മുസ്ഹഫ് ഗൈറു മഖ്സൂദിൻ, ലക്ഷ്യമല്ല. അതുപോലെ വലാമായ തഫ്സീരിൻ സാദ അലൈഹി, വലാമായ തഫ്സീരിൻ, തഫ്സീറിൻ്റെ കൂടെ മുസ്ഹഫിനെ ചുമക്കലും ഹറാമില്ല. എങ്ങനത്തെ തഫ്സീറാണ്? സാദ, അത് ജാസ്തിയായിരിക്കുന്നു, അലൈഹി, ആ മുസ്ഹഫ് ഖുർആനിനേക്കാൾ. അതുപോലെ വലാ തംകീനു സബിയിൽ മുമയ്യിസി, വകതിരിവുള്ള കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കലും ഹറാമില്ല. അൽ മുഹദിസി, ചെറിയ ശുദ്ധിക്കാരനായ, മിൻ ഹംലിഹി, ആ മുസ്ഹഫിനെ തൊടാനും ചുമക്കാനും, മസ്സി, അതിനെ തൊടാനും, ലിദ്ദിറാസത്തി, പഠനത്തിന് വേണ്ടി. അമ്മ ഗൈറുൽ മുമയ്യിസ്, അല്ല, അപ്പോൾ വകതിരിവില്ലാത്ത കുട്ടി, ഫയഹ്റുമു തംകീനുഹു, അവന് സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമാണ്, മിൻ മുസ്ഹഫിൻ, മുസ്ഹഫിനെ തൊടാനും ചുമക്കാനും. ഒക്കതാ, ഇപ്രകാരം തന്നെയാണ് കുല്ലു മുഅദ്ദമിൻ, എല്ലാ വന്ദിക്കപ്പെടുന്ന വസ്തുക്കളും മുസ്ഹഫ് പോലെ തന്നെയാണ്, അതിനെയും സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമാണ്. യഹ്റുമു, ഹറാമാണ്, വദഉ നഹു ദിർഹമിൻ, ദിർഹം പോലത്തെ വെക്കൽ, ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ, തംസീഖുഹു, അതിനെ പറിച്ചു ചെയ്യുന്നതിൽ, അബസൻ, വെറുതെ, മദ്ദുരിജിലി, കാലിലെ നീട്ടലും, ഇലൈഹി, ആ മുസ്ഹഫിലേക്ക്, മാലം യക്കുൻ, ആ മുസ്ഹഫ് ആകാത്തപ്പോൾ, അല മുർത്തഫീൻ, ഉയർന്ന സ്ഥലത്ത് ആകാത്തപ്പോൾ. കിതാബത്തുൽ ഖുർആനി, അതുപോലെ ഖുർആൻ എഴുതലും ഹറാമാണ്, ബിഗൈരിൽ അറബിയ, അറബി അല്ലാത്ത ഭാഷയിൽ. അതുപോലെ ബൽ ഉമാ കുത്തിബ അലൈഹി ലാ അക്ലുഹു വലാ ശുർബുഹു ലിൽ ശിഫായി, ബൽ മാ കുത്തിബ, ബൽ ഉമാ, ഒന്നിനെ വിഴുങ്ങലും ഹറാമാണ്, കുത്തിബ അലൈഹി, ആ ഒന്നിൻ്റെ മേൽ ഖുർആൻ എഴുതപ്പെട്ടിരിക്കുന്നു, ലാ അക്ലുഹു വലാ ശുർബുഹു, ആ ഖുർആൻ എഴുതപ്പെട്ടതിനെ തിന്നലും കുടിക്കലും ഹറാമില്ല, ലി ശിഫായി, രോഗശമനത്തിന് വേണ്ടി. വയുസന്നു, സുന്നത്താക്കപ്പെടും, അൽ ഖിയാമു, നിൽക്കലിൽ മുസ്ഹഫി, മുസ്ഹഫിന് വേണ്ടി, കൽ ആലിമി, ഒരു ആലിമിനെ പോലെ തന്നെ, ബൽ എന്നല്ല, ഔല, അത് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. വയുക്രഹു, കറാഹത്താക്കപ്പെടും, ഹർക്കു, മുസ്ഹഫിനെ കരിക്കൽ, ഇല്ലാ നബി സിയാനത്തിൻ, ഖുർആനിനെ കാക്കുക, സംരക്ഷിക്കുക പോലത്തിന് വേണ്ടി ഒഴികെ. ഇനി അൽ ഗുസ്ലു, കുളി. ഹുവ, ഉസ്ലി എന്നാൽ ലുഗത്തൻ, ഭാഷയിൽ സയലാനുൽമായി, വെള്ളത്തെ ഒലിപ്പിക്കലാണ്, അലാ ഷൈഇൻ, ഒരു വസ്തുവിൻ്റെ മേൽ. വശറഅൻ, ഷറയിൽ സയലാനുഹു, വെള്ളത്തെ ഒലിപ്പിക്കലാണ്, അലാ ജമീഇൽ ബദനി, ശരീരം മുഴുവത്തിൻ്റെ മേലും, ശരീരമാസകലം, ബിനിയ്യത്തിൻ, നിയ്യത്തോടുകൂടെ. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വഇൻ കുന്തും ജുനുബൻ ഫത്തഹറു, വഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, ജുനുബൻ, ജനാപത്തുകാരാണെങ്കിൽ, ഫത്തഹറു, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവണം.
ഫഅ്തസിലുൻ നിസാ ഫിൽ മഹീദ് വലാ തഖറബുഹുന്ന തായതുഹുർന. ഫഅ്തസിലുൻ നിസാ, സ്ത്രീകളെ നിങ്ങൾ വെടിയണം, ഫിൽ മഹീദി, ആർത്തവ സമയത്ത്, വലാ തഖറബുഹുന്ന, അവരോട് നിങ്ങൾ അടുക്കരുത്, ഹത്തായതുഹുർന, അവർ കുളിച്ച് ശുദ്ധിയാവുന്നത് വരെ.